നിഷ്കളങ്കനും നിരപരാധിയുമായ ഒരു മനുഷ്യനെ, ഇനി അപരാധിയാണെങ്കിൽ കൂടിയും എന്തെങ്കിലും കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു മനുഷ്യനെ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് ഭീരുത്വം തന്നെയാണ്. ഇവിടെ നിയമവാഴ്ചയും സംവിധാനമൊക്കെ ഉണ്ടാകുന്നത് കോടതിയിൽ തെളിയിച്ച് കോടതി ശിക്ഷ വിധിക്കാനാണ്. അല്ലാതെ ഒരു പറ്റ ആളുകൾ നിയമം കയ്യിലെടുത്ത് ഒരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ, ഇല്ലായ്മ ചെയ്യുകയാണെങ്കിൽ ഇത് കാട്ടുരാജ്യമായി പ്രഖ്യാപിച്ചാൽ പോലെ. എന്തിനാണ് ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യ ഭരണഘടന, ഇന്ത്യൻ ജുഡീഷ്യറി എന്നൊക്കെ പറയുന്നത്? ഉത്തരേന്ത്യൻ മോഡൽ ഭരണകൂട ഭീകരതയാണ്. ശരിയല്ല, ആ വേർഡ് തെറ്റാണ്. അങ്ങനെ പറയുമ്പോഴാണ് ആളുകൾ നോട്ടീസ് ചെയ്യുക. ഇത് ഭരണകൂട ഭീകരതയല്ല, ഇത് മനുഷ്യകൂട ഭീകരതയാണ്. ഒരു പറ്റ ആളുകൾ കൂട്ടം ചേരുമ്പോൾ ഞങ്ങൾ വലിയ സംഭവമാണെന്ന് കരുതുന്ന ഒരു തരം പ്രത്യേകതരം സംഭവം. ഇതിന് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നിറം ഞാൻ ഇപ്പം നൽകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിലും ഇങ്ങനെ ആളുകളുണ്ട്. അവർ കൂട്ടം കൂടുമ്പോൾ അവരെക്കാൾ കയ്യൂക്ക് കുറഞ്ഞ മനുഷ്യനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹീറോയിക് ആവാമെന്ന് കരുതുക. അവർ തന്നെയാണ് കോടതി, അവർ തന്നെയാണ് ലോകം എന്ന് കരുതുക. അപരിഷ്കൃതരായ മനുഷ്യരാണവർ. അവർ പരിഷ്കൃത ലോകത്തിന് യോജിച്ചവരല്ല. ഇപ്പോൾ ഛത്തീസ്ഗഡ് സ്വദേശിയെ കൊലപ്പെടുത്തിയ കാര്യം വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഏതോ ഒരു അച്ഛനും അമ്മയും പോറ്റി വളർത്തിയ ഒരു മോനെ കൊല്ലാനോ ഇവർക്കെന്ത് അവകാശം?